അലൈഹി മുഖ്തദൈതും, എനിക്ക് ആയുസ് സമർപ്പിച്ച് എന്നിൽ നിന്ന് വെളിച്ചം വാങ്ങിയ ഒരാള് നിങ്ങൾ എത്ര താഴെയുള്ള ആളെയാണെങ്കിലും പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിദായത്ത് ഉറപ്പ്. ഹിദായത്താണല്ലോ എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയസിന്റെ മർമ്മം. അപ്പൊ ആയസിന്റെ മർമ്മം എവിടെ കിട്ടും? മുഹമ്മദ് മുസ്തഫാക്ക് നിന്ന് നമ്മൾ വെളിച്ചം സ്വീകരിച്ചാൽ കിട്ടുന്നതാണ് ആയുസിന്റെ മർമ്മം. പറഞ്ഞത് മനസ്സിലായോ? നീ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ വെറുതെ നേരം കളയല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ശരി, ഈ ഒരു പ്രോസസ്സിങ് ലോകാവസാനം വരെ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഈ പ്രോസസ്സിങ് ഭൂമിക്ക് മുകളിൽ മുഹമ്മദ് മുസ്തഫ ഇല്ലാത്ത കാലത്തും നടന്നിട്ടുണ്ട്. ആദം വെളിച്ചം എവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫയിൽ കിട്ടി. അത് അവിടെ ഓടിച്ചു, ഇവിടെ ഓടിച്ചു, ലൈറ്റ് അങ്ങോട്ട് ഓടിച്ചു, ലൈറ്റ് ഇങ്ങോട്ട് ഓടിച്ചു. അപ്പൊ ആദമിന് വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ആരെന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫയിൽ കിട്ടി. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? നബി നിങ്ങൾക്ക് ശേഷമുള്ളവർക്കൊക്കെ നിങ്ങൾ റഹ്മത്താണ്, നിങ്ങളെ മുമ്പുള്ളവർക്കൊന്നും നിങ്ങൾ റഹ്മത്തല്ലല്ലോ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവരെന്നോ പിമ്പുള്ളവരെന്നോ വ്യത്യാസമില്ല, സർവർക്കും റഹ്മത്ത് തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ ഈ ഭൂമിക്ക് മുകളിൽ ഹിദായത്ത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത് നടന്ന വർഷം 23. ഇനി അവിടുത്തെ ബോഡി ഭൂമിക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട 40 കൂടി കൂട്ടിയാൽ മൊത്തം എത്രയാണുള്ളത്? 63. എന്നാൽ അവിടുത്തെ ഹിദായത്ത് കിട്ടി അതിനെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഭൂമിക്ക് മുകളിൽ, ഈ ഭൂമിക്ക് മുകളിൽ ആരില്ല. അത് റസൂലുള്ളാഹിന്റെ ഖുലഫാക്കൾ വഴി കിട്ടി. ആദ്യത്തെ ഖലീഫ സയ്യിദുനാ